ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കൂൾ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ രാസബന്ധനം, കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 1, 2, 3 ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. കൂടെ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് സൗജന്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഒന്നാമതായി അയോണിക ബന്ധനമായിരുന്നു, അയോണിക് ബോണ്ടിങ് ആയിരുന്നു. രണ്ടാമതായി സഹസംയോജക ബന്ധകം, അതായത് കോവാലൻ്റ് ബോണ്ടിങ്. സഹസംയോജക ബന്ധനവും അയോണിക ബന്ധനവുമാണ് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം, ഇലക്ട്രോണുകൾ കൊടുക്കുകയാണ് അയോണിക ബന്ധത്തിൽ. ഒരു ആറ്റം പൂർണ്ണമായിട്ടും അതിൻ്റെ അടുത്തുള്ള ഇലക്ട്രോണിനെ തൊട്ടടുത്ത മറ്റൊരു ആറ്റത്തിലേക്ക് നൽകുകയാണ്. അങ്ങനെ ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ബന്ധനമാണ് അയോണിക ബന്ധനം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അയോണിക് ബോണ്ടിങ് ഇസ് ദ ബോണ്ടിങ് ദാറ്റ് ഈസ് ടേക്സ് പ്ലേസ് ബൈ ദി ട്രാൻസ്ഫറിങ് ഓഫ് ദി ഇലക്ട്രോൺ. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ രീതിയാണ് സഹസംയോജക ബന്ധനം, അതായത് കോവാലൻ്റ് ബോണ്ടിങ്. അവിടെ എങ്ങനെയാണ് ബന്ധനം സാധ്യമാകുന്നത്? ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? ഇലക്ട്രോണുകൾ പരസ്പരം പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പങ്കുവെക്കൽ മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഇലക്ട്രോൺ പങ്കുവെക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ബന്ധനമാണ് എന്തെന്ന് പറഞ്ഞത്? സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഇത് കോവാലൻ്റ് ബോണ്ടിങ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി ഷെയറിംഗ് ഓഫ് ദി ഇലക്ട്രോൺ. ഓക്കെ, ആറ്റത്തിലെ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബന്ധനമാണ് എന്തെന്ന് പറയുന്നത്? സഹസംയോജക ബന്ധനം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കുക. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആറ്റങ്ങളിൽ അവയുടെ സഹസംയോജക ബന്ധനത്തിലൂടെ പരസ്പരം ഷെയർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പരസ്പരം പങ്കുവെക്കപ്പെട്ട പരസ്പരം പങ്കുവെച്ച ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള അതത് ആറ്റങ്ങളുടെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി പറയാം. നമുക്കറിയാം, ഇലക്ട്രോണുകളെ പങ്കുവെക്കാണ്, കൊടുക്കുന്നില്ല. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോണുകളെ, പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോണുകളെ പരസ്പരം ആകർഷിക്കാനുള്ള ഓരോ ആറ്റത്തിൻ്റെയും കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം, കോവാലൻ്റ് ബോണ്ടിങ്ങിലൂടെ ഷെയർ ചെയ്യപ്പെട്ട ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഓരോ ആറ്റത്തിൻ്റെയും എബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാം? ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ അട്രാക്റ്റ് ചെയ്യാനുള്ള എന്തോ ഒരു കഴിവാണ്. ഓക്കെ, ഏത് ഇലക്ട്രോണാണ്? യെസ്. എങ്ങനെ? സഹസംയോജക ബന്ധനത്തിലൂടെ, അതായത് കോവാലൻ്റ് ബോണ്ടിങ്ങിലൂടെ പങ്കുവെച്ച ഇലക്ട്രോണുകൾ. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ കുറിച്ച് വിശദമായി പഠിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ലിനസ് പോളിംഗ്. ആരാണ്? ലിനസ് പോളിംഗ്. പഠിച്ചല്ലോ. ആരാ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ കുറിച്ച് പഠിച്ചത്? ലിനസ് പോളിംഗ്. അദ്ദേഹം ഒരു പ്രത്യേകമായ സ്കെയിൽ ഉണ്ടാക്കി. അതാണ് ലിനസ് പോളിങ്ങിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ എന്നാണ് പറയാം. ലിനസ് പോളിങ്ങിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം അത് ഒരുപാട് വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അന്ന് കണ്ടെത്തിയിരുന്ന ഒരുപാട് ആറ്റങ്ങളുടെയും ഓരോ ആറ്റങ്ങൾക്കുമുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റിൻ്റെ വാല്യൂ അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം ഒരു പട്ടികയിൽ രേഖപ്പെടുത്തി. നോക്കി നിങ്ങൾ, അന്ന് കണ്ടെത്തിയിരുന്ന ഒരുപാട് മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി അദ്ദേഹം കണ്ടെത്തി. ഇത് ഞാൻ പറയാൻ എന്തിനാണ് നമുക്കത് ആവശ്യമെന്നല്ലേ? ഓക്കെ, ഞാൻ പിന്നീട് പറയാം. ഇവിടെ ലിനസ് പോളിംഗ് ഓരോ മൂലകത്തിനും, ഇപ്പോൾ ക്ലോറിൻ, ഹൈഡ്രജൻ, കാർബൺ, അങ്ങനെയുള്ള ഓരോ മൂലകത്തിൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇലക്ട്രോനെഗറ്റിവിറ്റി നൽകിയത് എങ്ങനെയാണെന്നറിയോ? 0-നും 4-നും ഇടയിലാണ്. ശ്രദ്ധിക്കണം, 0-നും 4-നും ഇടയിലുള്ള സംഖ്യകളാണ് ഓരോ മൂലകത്തിനുമുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റിയായി അദ്ദേഹം നൽകിയത്. റെഡിയാണല്ലോ? അപ്പോൾ 0-നും 4-നും ഇടയിലുള്ള ഓരോ സംഖ്യകളും ഓരോ മൂലകത്തിനും അദ്ദേഹം ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ വാല്യൂ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട്
നമുക്ക് അപ്പോൾ നമുക്കറിയാം ആറ്റങ്ങൾ പരസ്പരം കൂടിച്ചേരുമല്ലോ അല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞാൽ സോഡിയവും ക്ലോറിനും കൂടിച്ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകും. നിങ്ങൾ പഠിച്ചു. കാർബണും ഓക്സിജനും കൂടിച്ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. മഗ്നീഷ്യവും ക്ലോറിനും കൂടിച്ചേർന്ന് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, നേരത്തെ പഠിച്ചല്ലോ നമ്മളൊക്കെ അല്ലേ. അങ്ങനെ അവ തമ്മിൽ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന സമയത്ത് അത് ഏത് സംയുക്തമാണ്, അയോണിക സംയുക്തമാണോ അതല്ല സഹസംയോജിക സംയുക്തമാണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട്, അതായത് ലിനസ് പോളിങ്ങിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സംയുക്തം അയോണികമാണോ അല്ലെങ്കിൽ ആ സംയുക്തം സഹസംയോജികമാണോ എന്ന് കണ്ടുപിടിക്കുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പരിചയമുള്ള കുറച്ച് സംയുക്തങ്ങളുടെ പേര് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സംയുക്തങ്ങളുടെ പേര് അക്ഷരത്തിൽ ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ അതിന് സിമ്പൽ, അതായത് പ്രതീകം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോന്ന് വിശദീകരിച്ച് തരാം. ഒന്നാമതായിട്ട് കാർബൺ മോണോക്സൈഡ്, അതിൻ്റെ പ്രതീകമാണ് CO. കാർബൺ ഡയോക്സൈഡ് നിങ്ങൾക്ക് പരിചയമുണ്ടാവും, പക്ഷെ അതിനേക്കാൾ ഡേഞ്ചറായൊരു വാതകമാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൻ്റെ സിമ്പലാണ് CO. ഓക്കെ, കാർബൺ മോണോക്സൈഡ്. ഈ കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ വിശദീകരിച്ച് തരാം ഓരോ കാര്യങ്ങളും. രണ്ടാമത്തെ സംയുക്തമാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് നമുക്ക് പരിചയമുണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവാണ് സോഡിയം ക്ലോറൈഡ് അല്ലേ. സോഡിയം ക്ലോറൈഡ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലില്ല. അപ്പോൾ സോഡിയം ക്ലോറൈഡിന് എന്താണ്, അതിൻ്റെ പ്രതീകമാണ് NaCl. എന്താണ് NaCl? സോഡിയം ക്ലോറൈഡ്. അപ്പോൾ NaCl കേട്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണം? സോഡിയം ക്ലോറൈഡ്. കുറേ ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, അത് അടുത്താണ് CH4. CH4 ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹോംവർക്ക് തന്ന സാധനമാണ് CH4. പക്ഷെ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല. മീഥൈൻ എന്നാണ് പറയുക. എന്താ പറയുക? മീഥൈൻ. ഓക്കെ, മീഥൈനാണ് ആര് എന്ന് പറയുന്നത്? നമ്മുടെ CH4, മീഥൈൻ. ഓക്കെ, MgCl നിങ്ങൾ പരിചയമുണ്ടാവും. മഗ്നീഷ്യം ക്ലോറൈഡ് നമ്മൾ വരച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. മഗ്നീഷ്യം ക്ലോറൈഡാണ് MgCl. അടുത്താണ് Na2O. Na2O എന്നാൽ സോഡിയം ഓക്സൈഡ് ആണ്. എന്ത് പറയാം? Na2. അപ്പോൾ ഒന്നും കൂടി ഞാൻ പരിചയപ്പെടുത്താം. കാർബൺ മോണോക്സൈഡ് ആണ് CO, സോഡിയം ക്ലോറൈഡ് ആണ് NaCl, മീഥൈൻ ആണ് CH4, മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് MgCl, സോഡിയം ഓക്സൈഡ് ആണ് Na2O. ഓക്കെ, അപ്പോൾ ഇവർക്കൊക്കെ നോക്കുക, ഈ MgO അതുപോലെ Cl ഇവക്കൊക്കെ എന്തുണ്ടെന്ന് അറിയോ? ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ ഉണ്ട്. നമ്മുടെ ലിനസ് പോളിങ്ങിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലിൽ ഏറ്റവും കൂടിയ വാല്യൂ എന്ന് പറയുന്നത് ഫ്ലോറിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. അതായത് വാല്യൂൻ്റെ സ്കെയിലിംഗ് അറിയാമല്ലോ, എവിടുന്നാണ്? 0 മുതൽ 4 വരെയാണ് അല്ലേ. 0 to 4 ഇടയിലാണ് വാല്യൂസ് കൊടുത്തുള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ആലോചിച്ച് ഓരോ എലമെൻറ്റിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കണ്ടേ. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ നോക്കുക, ഞാൻ ഓരോന്നിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ സംയുക്തം അയോണികമാണോ അല്ലെങ്കിൽ ആ സംയുക്തം സഹസംയോജകമാണോ, ഇംഗ്ലീഷ് പറഞ്ഞാൽ കോവാലൻ്റ് കോമ്പൗണ്ട് ആണോ അതല്ല അയോണിക് കോമ്പൗണ്ട് ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനൊന്ന് പരിചയപ്പെടുത്താം. Mg മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നമ്മുടെ ലിനസ് പോളിങ്ങിൻ്റെ സ്കെയിലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 1.31 ആണ്. അതായത് 1.31 ആണ് ഇതിൻ്റെ വാല്യൂ അദ്ദേഹം നൽകിയുള്ളത്. ഇത് കാണാതെ ഒരിക്കലും പഠിക്കേണ്ട. ഇത് നമുക്ക് 9ാം ക്ലാസ്സിൽ പരീക്ഷ നടക്കുന്ന സമയത്ത് ഈ ചോദ്യം ഉണ്ടാകും. 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിനാണ് പരീക്ഷ ഉണ്ടാവുക എന്നുള്ള വിഷയമല്ല ഉദ്ദേശിച്ചത്. പരീക്ഷ ഉണ്ടാവുകയാണെങ്കിൽ ഈ ചോദ്യം എന്തായാലും വരും എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം നൽകിയ ഓരോ വാല്യൂ എന്ന് പരിചയപ്പെടാം. കാർബണിൻ്റെ വാല്യൂ 2.55, 2.5 ആണ് അദ്ദേഹം കാർബണിൻ്റെ വാല്യൂ നൽകിയത്. ഓക്സിജൻ്റെ വാല്യൂ 3.44, 3.44 ഓക്സിജൻ്റെ വാല്യൂ അദ്ദേഹം നൽകിയത്. സോഡിയത്തിൻ്റെ വാല്യൂ 0.93, 0.93 ആണ് സോഡിയത്തിൻ്റെ വാല്യൂ അദ്ദേഹം നൽകിയത്. ക്ലോറിൻ്റെ വാല്യൂ 3.16, ഹൈഡ്രജൻ്റെ വാല്യൂ 2.20 ആണ് അദ്ദേഹം നൽകിയത്. അപ്പോൾ ഓരോന്നിനും നൽകിയ വാല്യൂ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. റെഡിയാണല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കോമ്പൗണ്ട്, ഈ സംയുക്തം ഉണ്ടായിരിക്കുന്ന ഘടകങ്ങൾ നോക്കണം. ഏതൊക്കെ മൂലകങ്ങൾ കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ എലമെൻറ്റ് കൂടിയിട്ടാണ് ആ സംയുക്തം, ആ കോമ്പൗണ്ട് ഉണ്ടായത് എന്ന് നമ്മൾ നോക്കണം. നമുക്കറിയാം കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ ആരുണ്ട്? കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പോൾ കാർബണും ഓക്സിജൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ നോക്കിക്കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. സ്കെയിൽ നമ്മൾ തന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ സ്കെയിൽ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരികയാണെങ്കിൽ സ്കെയിൽ തരും. പക്ഷേ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ കാർബൺ മോണോക്സൈഡിൽ ഏതൊക്കെ ആറ്റങ്ങൾ, ഏതൊക്കെ എലമെൻറ്റ്, ഏതൊക്കെ മൂലകങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയണം. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കാർബൺ മോണോക്സൈഡ് എന്തൊക്കെയുണ്ട്. കാർബൺ ഉണ്ട്,
മോണോക്സൈഡ് ഓക്സിജനും ഉണ്ട് അല്ലേ. അപ്പോൾ കാർബണും ഓക്സിജൻ. അപ്പോൾ നമ്മൾ നോക്കാം, കാർബണിൻ്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി അവിടെ തന്നിട്ടുണ്ട് അല്ലേ, തന്നിട്ടുണ്ട്. ഓക്സിജൻ്റെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, രണ്ട് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇതിൽ ഏതാ വലിയ വാല്യൂ നോക്കണം. നമ്മൾ വലിയ വാല്യൂ നമ്മൾ ആദ്യം എഴുതണം. ഈ വലിയ വാല്യൂ ആദ്യം എഴുതണം എന്തിനാ? യെസ്, വെരി ഗുഡ്. നിങ്ങൾക്ക് അറിയാം എന്താണ് നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതിനെ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ വാല്യൂ നമ്മൾ ആദ്യം എഴുതണം. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? ഓക്സിജൻ്റെ 3.44. അപ്പോൾ ഞാൻ 3.44 ആദ്യം എഴുതി. 3.44ൽ നിന്ന് കാർബണിൻ്റെ വാല്യൂ ആക്കുന്ന 2.55 മൈനസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, 3.44നെ 2.55 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആൻസർ 0.89. 0.89 ശ്രദ്ധിക്കണം, 0.89 നമുക്ക് ആൻസർ കിട്ടാം. ഓക്കെ, 0.89. പിന്നെ എല്ലാറ്റിനും വാല്യൂ ഒന്ന് എഴുതി നോക്കാം. പക്ഷേ ഇവിടെ നോക്കി, ഈ വാല്യൂ 0.89 അല്ലേ. നമുക്ക് ലഭിക്കുന്ന വാല്യൂ പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് ലഭിക്കുന്ന വാല്യൂ 1.7നേക്കാളും പ്രത്യേകം പഠിച്ചു നോക്കുക. ഈ ഒരു പോയിന്റ് 1.7നേക്കാളും ഈ വാല്യൂ കൂടുതലാണെങ്കിൽ ആ സംയുക്തം അയോണികമായിരിക്കും. എന്തായിരിക്കും? അയോണികമായിരിക്കും. അയോണിക സംയുക്തമായിരിക്കും. അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. മനസ്സിലായല്ലോ? എന്താണ് ഇങ്ങനെ മൈനസ് ചെയ്യുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി മൈനസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം മനസ്സിലാക്കാം. ഇലക്ട്രോനെഗറ്റിവിറ്റിൻ്റെ വാല്യൂ എടുത്തിട്ട് മൈനസ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന ആൻസർ, നമുക്ക് ലഭിക്കുന്ന ആൻസർ 1.7നേക്കാളും കൂടുതലാണെങ്കിൽ ആ സംയുക്തം അയോണികമായിരിക്കും. ആ സംയുക്തം എന്തായിരിക്കും? അയോണികമായിരിക്കും. 1.7നേക്കാൾ കുറവാണെങ്കിലോ എന്തായിരിക്കും? അറിയാമല്ലോ, ഏതായിരിക്കും? സഹസംയോജകമായിരിക്കും. ശരിയാണ്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ രണ്ട് സംയുക്തം മാത്രമേ പഠിച്ചുള്ളൂ. അപ്പോൾ 1.7നേക്കാളും കുറവാണെങ്കിൽ അതെന്തായിരിക്കും? സഹസംയോജകമായിരിക്കും. സഹസംയോജകമായിരിക്കും അല്ലേ. അതായത് കോവാലൻ്റ് ആയിരിക്കും. കോവാലൻ്റ് ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ കോവാലൻ്റ് സംയുക്തമായിരിക്കും. ശ്രദ്ധിക്കുക. അപ്പോൾ 1.7നേക്കാളും കൂടുതലാണെങ്കിൽ അത് അയോണികമാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കുക, ഇവിടെ നോക്കുക, ഈ ആൻസർ എത്രയാണ്? 1.7നേക്കാളും കുറവല്ലേ? 0.89 അല്ലേ? അപ്പോൾ 1.7നേക്കാളും കുറവല്ലേ? അപ്പോൾ ഈ സംയുക്തം എന്തായിരിക്കും? ഇത് സഹസംയോജക സംയുക്തമായിരിക്കും. അതായത് കോവാലൻ്റ് കോമ്പൗണ്ട് ആയിരിക്കും. ഓക്കെ, അതാണ് ഈ ലിനസ് പോളിങ്ങിൻ്റെ ഈ പിന്നെ ഇലക്ട്രോനെഗറ്റീവ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ മെച്ചം എന്ന് പറയുന്നത്. പിന്നെ വേറെ കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ എല്ലാ മൂലകങ്ങൾക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ. എല്ലാവർക്കും വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ ഏറ്റവും കൂടിയ വാല്യൂ ഫ്ലോറിനാന്ന് പറഞ്ഞു അല്ലേ. ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള കഴിവും കൂടും കേട്ടോ. കാരണം ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നാൽ ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള കഴിവാണല്ലോ. അപ്പോൾ നല്ല ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആൾക്ക് ഇലക്ട്രോണുകളെ നല്ലോണം ആകർഷിക്കാൻ കഴിയും. അതായത് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നത്. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള എലമെൻറ്റിനെ പുറത്തുള്ള ഇലക്ട്രോണുകളെ നല്ലവണ്ണം അട്രാക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അതായത് ഉയർന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ഉയർന്ന വാല്യൂ ഉള്ള മൂലകത്തിന് കൂടുതൽ സെൻറ്ററിലേക്ക് ആകർഷിക്കാൻ പറ്റുമർത്ഥം. നമുക്ക് ഇത് ആവശ്യമുണ്ട്, മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, റെഡി. ബാക്കി നമ്മൾ ചെയ്യാം. സോഡിയം ക്ലോറൈഡ്. നമുക്ക് സോഡിയത്തിൻ്റെ ഏതാണ്? സോഡിയത്തിൻ്റെ 0.93. ക്ലോറിൻ നോക്കുകയാണെങ്കിൽ ക്ലോറിൻ ഇവിടെ 3.16 ആണ്. 3.16 അല്ലേ. 3.16. ഏതാ വലിയ വാല്യൂ? 3 ആണോ 0.9 ആണോ? നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാണ്? 3 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് 3 ആണ്. അപ്പോൾ 3.16 3.16 മൈനസ് 0.93 സോഡിയം ക്ലോ അല്ലേ. അത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആൻസർ 2.23 ആണ്. 2.23 ആണ് ആൻസർ ലഭിക്കാം. അപ്പോൾ 2.23 നമുക്ക് ആൻസർ ലഭിക്കും. അപ്പോൾ നമുക്കറിയാം 2.23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1.7നേക്കാൾ കൂടുതലാണ് അല്ലേ. 1.7നേക്കാളും കൂടുതലാണ്. അപ്പോൾ 1.7നേക്കാൾ കൂടുതലായതുകൊണ്ട് ഈ സോഡിയം ക്ലോറൈഡ് എന്ന സംയുക്തം എന്തായിരിക്കും? ഇത് അയോണിക സംയുക്തമായിരിക്കും. എന്തായിരിക്കും? അയോണിക സംയുക്തമായിരിക്കും. അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. ഓക്കെ, അയോണിക് കോമ്പൗണ്ട് മനസ്സിലായല്ലോ. അപ്പോൾ 1.7നേക്കാളും കൂടുതലാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്താണ്? അയോണിക് സംയുക്തമായിരിക്കും. അപ്പോൾ ഇത് അയോണിക് സംയുക്തമാണ്. ഇനി അടുത്ത CH4 മീഥൈൻ. മീഥൈൻ പരിശോധിച്ച് നോക്കാം. മീഥൈൻ ആരൊക്കെ വേണം? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. കാർബൺ എവിടെ? കാർബണിൻ്റെ 2.55. ഹൈഡ്രജൻ്റെ എവിടെ? ഹൈഡ്രജൻ 2.200 അല്ലേ. വലിയ വാല്യൂ ഏതാണ്? 2.55 ആണ്. അത് നമ്മൾ ആദ്യം ഏതായിരുന്നു? 2.55 എഴുതുന്നു അല്ലേ. ഓക്കെ, റെഡി. 2.55 മൈനസ് 2.20 റെഡിയാണല്ലോ, മനസ്സിലാവുന്നല്ലോ. ഓക്കെ, 2.20 കൃത്യമായി ഇരിക്കാം. ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 0.35. ഓക്കെ, 0.35.
0.35 അല്ലേ? 0.35 കണ്ടാൽ എനിക്കറിയാം ഒന്നിനേക്കാളും ചെറിയ സംഖ്യയാണ്. അപ്പോൾ 1.7 ചെറിയ സംഖ്യയായിരിക്കും അല്ലേ? 1.7 കുറവാണ്. അതുകൊണ്ട് ഇതെന്തായിരിക്കും? സഹസംയോജക സംയുക്തമായിരിക്കും. എന്തായിരിക്കും? സഹസംയോജക സംയുക്തമായിരിക്കും. റെഡിയാണല്ലോ? ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത സംയുക്തത്തിൽ വരാം. മഗ്നീഷ്യം ക്ലോറൈഡ് അല്ലേ? മഗ്നീഷ്യം ക്ലോറൈഡ് ആരൊക്കെ ഉണ്ട്? മഗ്നീഷ്യം ഉണ്ട്, ക്ലോറിൻ ഉണ്ട് അല്ലേ? ഇതാണ് മഗ്നീഷ്യം. പിന്നെ ക്ലോറിനോടെ ക്ലോറിൻ നോക്കുക, ഏതാ വലിയ വാല്യൂ? 3.16 ആണ് ക്ലോറിൻ്റെത്. മഗ്നീഷ്യത്തിന് 1.31 കേൾക്കുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ, റെഡി. അപ്പോൾ വലിയ വാല്യൂ 3.16 ആണ്. അപ്പോൾ നമ്മൾ ഏത് എഴുതണം? വലിയ വാല്യൂ എഴുതണം അല്ലേ? ഓക്കെ, വലിയ വാല്യൂ എഴുതുന്നു. 3.16 മൈനസ് ആരാണ്? മഗ്നീഷ്യത്തിന് എത്രയാണ്? 1.31. മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആൻസർ എത്രയാണ്? മഗ്നീഷ്യം ക്ലോറൈഡ് മൈനസ് ചെയ്യുന്ന സമയത്ത് ഇത് 3.16 മൈനസ് 1.31 ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആൻസർ 1.85. 1.85 ആൻസർ എത്രയാണ്? 1.85. 1.85 എന്ന് പറഞ്ഞാൽ 1.7 കൂടിയ വാല്യൂ അല്ലേ? ആണല്ലോ. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് അയോണിക സംയുക്തമായിരിക്കും. എന്തായിരിക്കും? അയോണിക സംയുക്തമായിരിക്കും. റെഡി. മഗ്നീഷ്യം ക്ലോറൈഡ് എന്താണ്? അയോണിക സംയുക്തമാണ്. നമുക്ക് എന്തായാലും അറിയാം മഗ്നീഷ്യം ക്ലോറൈഡ് അയോണിക സംയുക്തം നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ പഠിച്ചതായതുകൊണ്ട് അറിയുന്നതാണ്. പക്ഷെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യമായിട്ടാണ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് വൺ, സോഡിയം ഓക്സൈഡ്. സോഡിയം ഓക്സൈഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, നമ്മൾ ചെയ്യാത്തൊരു എക്സാമ്പിളാണ് സോഡിയം ഓക്സൈഡ് അല്ലേ? സോഡിയത്തിന് എത്രയാണ് നോക്കുക നമുക്ക്. സോഡിയത്തിന് എത്രയാണ്? സോഡിയത്തിന് 0.93. ഓക്സിജൻ എത്രയാണ്? 3.44. ഏതാ വലിയ വാല്യൂ? 3.44 തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? 3.44 എഴുതുന്നു. 3 കേട്ടോ മൈനസ് ഓക്സിജൻ്റെത് എഴുതി. നമ്മൾ സോഡിയത്തിന് എത്രയാണ്? 0.93. ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആൻസർ 2.51 ആണ്. 2.51 നമുക്കറിയാം. 2.51 എന്ന് പറഞ്ഞാൽ എന്തിനേക്കാളും കൂടുതലാണ്? 1.7 കൂടുതലാണ്. അതുകൊണ്ട് എന്ത് സംയുക്തമായിരിക്കും? അയോണിക സംയുക്തമായിരിക്കും. എന്തായിരിക്കും? അയോണിക സംയുക്തമായിരിക്കും. അപ്പോൾ ഒരു സംയുക്തം നമ്മുടെ പോയിന്റ് കാണുന്നുണ്ടാവുമല്ലോ. ഓക്കെ, ഒരു സംയുക്തം അയോണികമാണോ അതല്ല സഹസംയോജകമാണോ എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ലിനസ് പോളിങ്ങിൻ്റെ ഇലക്ട്രോനെഗറ്റീവ് സ്കെയിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് പരീക്ഷയ്ക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അതുകൊണ്ട് 3 മാർക്ക് ആണ് ഇതിന് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് ടെൻഷനോ കൺഫ്യൂഷനോ ഒന്നും തന്നെ ഇല്ല. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ എല്ലാ ക്ലാസ്സും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളാർ സ്വഭാവം, അതായത് പോളാർ നേച്ചർ എന്നുള്ള സംഭവമാണ്. ഈ പോളാർ സ്വഭാവം കാണിക്കുന്നത് സഹസംയോജക ബന്ധനത്തിലൂടെ ഉണ്ടായ സംയുക്തങ്ങളിലാണ്. എവിടെയാണ്? സഹസംയോജക ബന്ധനത്തിലൂടെ ഉണ്ടായ സംയുക്തങ്ങളിലാണ് പോളാർ സ്വഭാവം കാണിക്കുന്നത്. അതായത് പോളാർ നേച്ചർ എക്സിബിറ്റ്സ് ഇൻ കോവാലന്റ് കോമ്പൗണ്ട്സ്. കോവാലന്റ് കോമ്പൗണ്ടിലാണ് പോളാർ നേച്ചർ കാണുന്നത്. അപ്പോൾ നോക്കുക, നിങ്ങൾ മനസ്സിലായി നോക്കുക. ഇതൊക്കെ നോക്കി ഒരു കുറച്ച് എക്സാമ്പിൾ നോക്കുക. N2 എന്താണ്? N2 നൈട്രജൻ തന്മാത്ര, നൈട്രജൻ മോളിക്കൂള്. H2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ തന്മാത്ര അല്ലെങ്കിൽ ഹൈഡ്രജൻ മോളിക്കൂള്. Cl2 നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലോറിൻ തന്മാത്ര അല്ലെങ്കിൽ ക്ലോറിൻ മോളിക്കൂള്. ഓക്സിജൻ തന്മാത്രയാണ് O2 അല്ലേ? ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ഇവയൊക്കെ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ നിങ്ങൾ വരച്ചിട്ടുണ്ട്. H2 ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾ വരച്ചതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവയൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്താണ്? സഹസംയോജക ബന്ധനത്തിലൂടെയാണ്, ഇലക്ട്രോണുകൾ പങ്കുവെച്ചുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്കറിയാം നൈട്രജൻ ഉണ്ടായിരിക്കുന്നത് നൈട്രജൻ്റെ 2 ആറ്റങ്ങൾ രണ്ട് N ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് അല്ലേ? അതുപോലെ H2 ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ Cl2 ഓക്സിജനും ഒക്കെ ഉണ്ടായിരിക്കുന്നത് എന്താണ്? 2 ആറ്റങ്ങൾ കൂടിയിട്ടാണ്. ഈ 2 ആറ്റങ്ങൾ കൂടിയിട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അതിനെ വിളിക്കുന്ന പേരാണ് ദ്വയാ അറ്റോമിക തന്മാത്രകൾ. എന്താ പറയാ? ദ്വയാ അറ്റോമിക, ഡയാ അറ്റോമിക് മോളിക്യൂൾ എന്ന് പറയാം. ഡയാ അറ്റോമിക് മോളിക്യൂൾ. അപ്പോൾ ഈ നൈട്രജൻ ഉണ്ടാക്കിയിരിക്കുന്നത് 2 നൈട്രജൻ ആറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്സിജൻ ഉണ്ടായിരിക്കുന്നത് 2 ഓക്സിജൻ ആറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവരൊക്കെ അങ്ങനെ തന്നെ കേട്ടോ, ഇവരൊക്കെ പ്രത്യേകമായി എഴുതുന്നില്ല. ഇവരൊക്കെ 2 ക്ലോറിനാണ്. ഇവിടെ H2 അതുപോലെ തന്നെ 2 H ആണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നില്ല. ജസ്റ്റ് നല്ല നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ 2 നൈട്രജൻ. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന നൈട്രജൻ തന്മാത്രയും ഹൈഡ്രജൻ തന്മാത്രയും ഒക്കെ ഉണ്ടായിരിക്കുന്നത് 2 ആറ്റങ്ങൾ കൂടിച്ചേർത്ത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവയൊക്കെ വിളിക്കുന്ന പേരാണ് ഡയാ അറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ ഡയാ അറ്റോമിക് മോളിക്യൂൾ എന്ന് ഇംഗ്ലീഷ് പറയും.
ഇവിടെ നോക്കുക, ഇവർക്കൊക്കെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ടല്ലോ. നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്. നോക്കി, ഇവിടെ ഇവന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഈ പറയുന്ന നൈട്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും തന്നെയാണ്, തുല്യമാണ്. കാരണം രണ്ടും ഒരേ ആളാണ്. അതുകൊണ്ട് ഈ പറയുന്ന നൈട്രജനും ഹൈഡ്രജനും ക്ലോറിനും ഓക്സിജൻ തന്മാത്ര ഇവർക്ക് ഒരേ ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടാളുടെയും എന്താണ്, ഇപ്പോൾ ഓക്സിജൻ തന്മാത്ര ഉണ്ടായ ഒരു എക്സാമ്പിൾ ഓക്സിജൻ ആയിക്കോട്ടെ, ഓക്സിജൻ തന്മാത്ര 2 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടായതാണ് അല്ലേ. അപ്പോൾ ഇവന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഇവന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും തുല്യമാണ്. അപ്പോൾ ഇവർ പരസ്പരം പങ്കുവച്ച ഇലക്ട്രോണുകളെ ഒരേ അളവിലാണ് ആകർഷിക്കുക. ഇവർ രണ്ടാളും പങ്കുവച്ച ഇലക്ട്രോണുകളെ ഒരേ അളവിലാണ് ആകർഷിക്കുക. കാരണം എന്താ, രണ്ടാളുടെയും ഇലക്ട്രോനെഗറ്റിവിറ്റി സെയിം ആണ്. അതുകൊണ്ട് അവർ പങ്കുവച്ച ഇലക്ട്രോണുകളെ ഒരേ അളവിലാണ് ആകർഷിക്കുന്നത്. ഇത് ഇവരെ കേസ് മാത്രം കേട്ടോ. എന്നാൽ എല്ലാ തന്മാത്രയും എല്ലാ സംയുക്തം ഉണ്ടാക്കിയിരിക്കുന്ന ഇതുപോലെയാണ്, ഒരേ ആറ്റം ഉപയോഗിച്ചുകൊണ്ടാണോ? അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നോക്കിയാൽ കാർബൺ മോണോക്സൈഡ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് അല്ലെ. കാർബൺ മോണോക്സൈഡ് ആരൊക്കെ ഉണ്ടായാലും കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം HCl ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജനും ഉണ്ട്, ക്ലോറിനും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവർക്ക് രണ്ടാളും കൂടിച്ചേർന്നിട്ടാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടായത്. കാർബണും ഓക്സിജനും കൂടിച്ചേർന്നാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടായത്. അപ്പോൾ ഇവന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയാണ്? ഇവന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വേറെ വാല്യൂ ആണ്, ഇവൻ്റെത് വേറെ വാല്യൂ ആണ് അല്ലെ. ക്ലോറിൻ്റെ വാല്യൂ ആണോ ഹൈഡ്രജൻ്റെ വാല്യൂ? അല്ല, രണ്ടാളുടെ വാല്യൂ വ്യത്യാസമുണ്ട്. അങ്ങനെ 2 ആറ്റങ്ങളുടെ ഒരു സംയുക്തത്തിലെ 2 ആറ്റങ്ങളുടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സഹസംയോജക ബന്ധനത്തിലൂടെ ഉണ്ടായ ഒരു സംയുക്തത്തിലെ 2 ആറ്റങ്ങൾ, 2 വ്യത്യസ്ത ആറ്റങ്ങൾ ആ 2 വ്യത്യസ്ത ആറ്റങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു വിഷയമുണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആളെ എങ്ങനെ പ്രത്യേക സ്വഭാവം കാണിക്കാം? യെസ്, എനിക്കറിയാം എങ്ങനെയാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആൾ എങ്ങനെയായിരിക്കും? ഇലക്ട്രോണുകളെ കൂടുതൽ ആകർഷിക്കും. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആളോ കുറഞ്ഞ അളവിൽ ആകർഷിക്കുള്ളൂ. ഓക്കെ, അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. നോക്കുക, അതിനാണ് നമ്മൾ പോളാർ സ്വഭാവം എന്ന് പറയാം. ആ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 വ്യത്യസ്ത ആറ്റങ്ങൾ ശ്രദ്ധിക്കുക, 2 വ്യത്യസ്ത ഇലക്ട്രോനെഗറ്റീവുള്ള ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഒരു സഹസംയോജക സംയുക്തം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റം, പ്രത്യേകം ശ്രദ്ധിക്കാം, അതിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റം ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റത്തിലെ പങ്കുവച്ച ഇലക്ട്രോണിനെ കൂടുതൽ ആകർഷിക്കും. ഒരു എക്സാമ്പിളൂടെ പറയാം. HCl നമുക്കറിയാം ഹൈഡ്രജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്, ക്ലോറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ഉണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ഹൈഡ്രജൻ ഉണ്ട്. ഇവർ ഓരോ ജോഡി ഇലക്ട്രോണാണ് പങ്കുവെച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി നിങ്ങൾ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ആറ്റം ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ഹൈഡ്രജൻ പങ്കുവെച്ച അല്ലെങ്കിൽ ഹൈഡ്രജൻ ഷെയർ ചെയ്ത ഇലക്ട്രോണിനെ കൂടുതൽ എന്ത് ചെയ്യും? കൂടുതൽ ആകർഷിക്കും. എങ്ങനെ? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ഹൈഡ്രജന്റെ പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഇലക്ട്രോണിനെ കൂടുതൽ എന്ത് ചെയ്യുന്ന ആകർഷിക്കും. അതിന്റെ ഫലമായിട്ട് ഈ ഹൈഡ്രജന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുപോലെ തോന്നും. ക്ലോറിനോ കൂടുതൽ ആകർഷിച്ചത് കൊണ്ട് ക്ലോറിന് ആ ഇലക്ട്രോൺ കൂടുതൽ ലഭിച്ചതുപോലെ തോന്നും. അങ്ങനെ സംഭവിക്കുന്നൊന്നുമില്ല, പക്ഷെ ലഭിച്ചതുപോലെ തോന്നും. ഓക്കെ, അപ്പോൾ ഇവൻക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു, ഇവൻക്ക് ഇലക്ട്രോൺ കൂടുതൽ ലഭിച്ചതുപോലെ തോന്നുന്നു. കാരണം എന്താ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാനുള്ള കാരണം എന്താ? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റമാണ് ക്ലോറിൻ. അതുകൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റമായ ക്ലോറിൻ, പ്രത്യേകം മനസ്സിലാക്കി, ക്ലോറിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ഹൈഡ്രജന്റെ ഇവിടെ പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നത്? കൂടുതൽ ആകർഷിക്കും. ഇവൻക്ക് ചെറുതായിട്ട് ഇലക്ട്രോൺ ലഭിച്ചതുപോലെ തോന്നും. അതുകൊണ്ട് ചെറുതായിട്ട് ഇലക്ട്രോൺ ലഭിച്ചു, തോന്നൽ മാത്രമാണ്, ചെറുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കെമിസ്ട്രിയിലും ഫിസിക്സിലും മാത്സിലും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഡെൽറ്റ എന്ന് പറയും. എന്താ പറയാ? ഡെൽറ്റ. അതുകൊണ്ട് ഇവൻക്ക് ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. നെഗറ്റീവ് ഇലക്ട്രോൺ ലഭിക്കുമ്പോഴാണ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക. റെഡിയല്ലേ? അപ്പോൾ ചെറിയ ഒരു ഇലക്ട്രോൺ ലഭിച്ചതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ഡെൽറ്റ നെഗറ്റീവ് എന്നും. ഇവൻക്ക് ആ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട സമയത്ത് ഉണ്ടാകുന്ന ചാർജ് എന്താണ്? പോസിറ്റീവ്. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പോസിറ്റീവ് ചാർജ് ഫീൽ ചെയ്യുന്നു, ഡെൽറ്റ പോസിറ്റീവ്. ഇങ്ങനെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുപോലെ ഈ രീതിയിലുള്ള ഒരു സംഭവം സംഭവിക്കുന്നുണ്ട് എവിടെ? സഹസംയോജക സംയുക്തങ്ങളിൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് പോളാർ സ്വഭാവം. എന്താ പറയുക?
പോളാർ സ്വഭാവം എന്ന് വിളിക്കുന്നു. സ്വഭാവം എന്തെന്ന് ഒന്നുകൂടി വിശദീകരിക്കാം. അതായത് സഹസംയോജക ബന്ധനത്തിലൂടെയുണ്ടായ സംയുക്തങ്ങളിൽ ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലും ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുമാണ് എങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റം അവിടെ പങ്കുവച്ച ഇലക്ട്രോണുകളെ കൂടുതൽ ആകർഷിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിന് ചെറിയ ഒരു നെഗറ്റീവ് ചാർജും ഡെൽറ്റ നെഗറ്റീവ് എന്നും, അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകത്തിന് അല്ലെങ്കിൽ ആറ്റത്തിന് ഡെൽറ്റ പോസിറ്റീവ് ചാർജും ഉണ്ടാകുന്നു. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുക? പോളാർ സ്വഭാവം, പോളാർ നാച്ചർ. ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കാം. ഇവിടെ there are two atoms that is combined by covalent bonding. കോവാലൻ്റ് ബോണ്ടിങ്ങിലൂടെയാണ് ഇവർ കൂടിച്ചേർന്നത്. അങ്ങനെ കോവാലൻ്റ് ബോണ്ടിങ്ങിലൂടെ കൂടിച്ചേർന്ന സമയത്ത് ഈ രണ്ട് ആറ്റങ്ങളുടെയും ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റം എന്ത് ചെയ്യുന്നറിയോ? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റത്തിലെ ഷെയർഡ് ഇലക്ട്രോണുകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ എലമെൻറ്റിനെ അല്ലെങ്കിൽ ആറ്റത്തിന് ഒരു നെഗറ്റീവ് ചാർജ്, ചെറിയ ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. അതുപോലെ ആ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ എലമെൻറ്റിനെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്നു. ദിസ് ഫിനോമിനൻ ഈസ് കാൾഡ് എന്ത് പറയുന്നു? പോളാർ നേച്ചർ. ഒക്കെ നോക്കിയാൽ സഹസംയോജക സംയുക്തങ്ങളിൽ മാത്രമാണ് ഈ പോളാർ നേച്ചർ കാണിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ഇത് കാണിക്കുന്നതിന് എക്സാമ്പിളാണ് ഒന്ന് HF, ഹൈഡ്രജൻ ഫ്ലോറൈഡിൽ ഇത് കാണിക്കുന്നുണ്ട്. മറ്റൊരു എക്സാമ്പിളാണ് H2O എന്ന് പറയുന്നത്, അതായത് ജലം, വെള്ളത്തിൽ ഇത് കാണിക്കുന്നുണ്ട്. NH3 എന്ന് പറയുന്ന അമോണിയയിലും ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് അയോണിക സംയുക്തങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി അയോണിക് കോമ്പൗണ്ട് ഓർ വാട്ട് ആർ ദി പെക്യുലാരിറ്റീസ് ഓഫ് അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ടോപ്പിക് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ടോപ്പിക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ, അയോണിക സംയുക്തങ്ങളുടെ പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയോണിക സംയുക്തങ്ങളുടെ പ്രത്യേകത പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സഹസംയോജക സംയുക്തങ്ങളുടെ പ്രത്യേകതകൾ. സംയുക്തങ്ങളുടെ പ്രത്യേകത. അപ്പം ഇത് പറഞ്ഞ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റും. ആ രീതിയിലാണ് അങ്ങനെ. ഓക്കെ, നമുക്ക് ഓരോന്ന് മനസ്സിലാക്കി വെക്കാം. ഒന്നാമതായിട്ട് പഠിക്കാനുള്ളത്, അയോണിക സംയുക്തങ്ങളെല്ലാം തന്നെ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്താണ്? അയോണിക സംയുക്തങ്ങളൊക്കെ എന്താണ്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓൾ അയോണിക് കോമ്പൗണ്ട് ആർ സീൻ ഇൻ ദി സോളിഡ് സ്റ്റേറ്റ്. ഇങ്ങനെ പറഞ്ഞാൽ മതി ചുരുക്കിയിട്ട്, അയോണിക് കോമ്പൗണ്ട്സ് ആർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. എങ്ങനെയാണ്? അയോണിക് കോമ്പൗണ്ട്സ് ആർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. പഠിച്ചല്ലോ, അയോണിക് കോമ്പൗണ്ട്സ് ആർ ഇൻ സോളിഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, എല്ലാ അയോണിക് സംയുക്തങ്ങൾ എന്താണ്? ഖരാവസ്ഥയിലുള്ളതാണ്. രണ്ടാമത്തത് എന്താണ്? അയോണിക സംയുക്തങ്ങളിൽ ജലത്തിൽ ലയിക്കുന്നു. എല്ലാ അയോണിക സംയുക്തങ്ങളും ജലത്തിൽ ലയിക്കുന്നു. മനസ്സിലായല്ലോ? ഓൾ അയോണിക് കോമ്പൗണ്ട് ഡിസോൾവ് ഇൻ വാട്ടർ. എല്ലാ അയോണിക സംയുക്തങ്ങളും എന്ത് ചെയ്യാണ്? വെള്ളത്തിൽ ചലിക്കുന്നു, ഡിസോൾവ് ഇൻ വാട്ടർ. ഇവിടെ ചുരുക്കിയിട്ട് ഞാൻ എഴുതിയിട്ടുള്ളൂ, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കി എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു. എന്താണ് ഒന്നാമത്? എല്ലാ അയോണിക സംയുക്തങ്ങളും ഖരാവസ്ഥയിലുള്ളതാണ്. ഓൾ അയോണിക് കോമ്പൗണ്ട്സ് ആർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. രണ്ടാമത്, അയോണിക സംയുക്തങ്ങളെല്ലാം ജലത്തിൽ ലയിക്കുന്നവയാണ്. ഓൾ അയോണിക് കോമ്പൗണ്ട് ഡിസോൾവ് ഇൻ വാട്ടർ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അയോണിക സംയുക്തങ്ങളെല്ലാം തന്നെ ലായനി അവസ്ഥയിലും ലായനിയായിരിക്കുന്ന സമയത്തും അത് ഉരുകിയ സമയത്തും വൈദ്യുതിയെ കടത്തിവിടുന്നു. നോക്കുക, എന്താണ്? ലായനി രൂപത്തിലും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതിയെ കടത്തിവിടുന്നവയാണ്. എന്താണ്? ലായനി രൂപത്തിലും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതിയെ കടത്തിവിടുന്നവയാണ്. ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് സൊല്യൂഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് സൊല്യൂഷൻ. ഓക്കെ, സൊല്യൂഷൻ സമയത്ത് ആയ രൂപത്തിലും ലിക്വിഡ് സൊല്യൂഷൻ രൂപത്തിലായ സമയത്തും മോൾട്ടൺ സ്റ്റേറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് സൊല്യൂഷൻ. ഓക്കെ, റെഡിയാണല്ലോ. നാലാമത്തെ പോയിന്റ്, 5 പോയിന്റ് പഠിക്കാനുള്ളത്. നാലാമത്തെ പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം. എന്താണ്? ഉയർന്ന ദ്രവണാങ്കം, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം. ലാസ്റ്റ് പോയിന്റ്, 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഉയർന്ന തിളനില, ഹൈ ബോയിലിംഗ് പോയിന്റ്. ഉയർന്ന
തിളനില, ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ് അടുത്ത പോയിന്റ്. അങ്ങനെ 5 പോയിന്റ് പഠിച്ചു വെക്കാം. ഒന്നുകൂടി പറയാം, ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് പറയുക, സഹസംയോജക സംയുക്തങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിക്കാം. ഒന്ന് കാണാതെ പറഞ്ഞു നോക്കാം, എല്ലാ അയോണിക സംയുക്തങ്ങളും ഖരാവസ്ഥയിലുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, അയോണിക സംയുക്തങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ഓൾ അയോണിക് കോമ്പൗണ്ട് ഡിസോൾവ് ഇൻ വാട്ടർ. മൂന്നാമത്തത്, ഉരുകിയ അവസ്ഥയിലും ലായനി രൂപത്തിലും വൈദ്യുതിയെ കടത്തിവിടുന്നു. ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് സൊല്യൂഷൻ സ്റ്റേറ്റ്. ഓക്കെ. നാലാമത്തതായിട്ട് ഉയർന്ന ദ്രവണാങ്കം. അഞ്ചാമതായിട്ട് ഉയർന്ന തിളനില, അതായത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഇത്രയും കാര്യങ്ങളാണ് അയോണിക സംയുക്തങ്ങളുടെ പ്രത്യേകതയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സഹസംയോജക സംയുക്തങ്ങളുടെ പ്രത്യേകത ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സഹസംയോജക സംയുക്തങ്ങളുടെ പ്രത്യേകതകളാണ്. പ്രോപ്പർട്ടീസ് ഓഫ് കോവാലന്റ് കോമ്പൗണ്ട്സ്. ഒന്നാമത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത്. നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് പറയട്ടെ, എന്നിട്ട് ആ ഓപ്പോസിറ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നമുക്ക് അയോണിക സംയുക്തങ്ങൾ കഴിഞ്ഞു. ഇനി സഹസംയോജക സംയുക്തങ്ങളിലും ഇതുപോലെ തന്നെ 5 പോയിന്റുകളുണ്ട്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, എല്ലാ സഹസംയോജക സംയുക്തങ്ങളും ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നു. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നു. കോവാലന്റ് കോമ്പൗണ്ട്സ് ക്യാൻ ബി സീൻ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്സ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസിൽ കാണപ്പെടുന്നു. രണ്ടാമതായ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ഇറ്റ് ഡസൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ഇറ്റ് ഡസൻ ഡിസോൾവ് ഇൻ വാട്ടർ. ഒരു കോവാലന്റ് കോമ്പൗണ്ടുകളും അല്ലെങ്കിൽ ഒരു സഹസംയോജക സംയുക്തങ്ങളും ജലത്തിൽ ലയിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇത് ലയിക്കാം? ഇവ ഓർഗാനിക് ലായകങ്ങളായ, ഓർഗാനിക് സോൾവെന്റുകളായിട്ടുള്ള കെറോസിൻ, അതുപോലെ തന്നെ CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ബെൻസീൻ, ഇങ്ങനെയുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ, ഓർഗാനിക് സോൾവെന്റ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഓർഗാനിക് സോൾവെന്റുകളിൽ അല്ലെങ്കിൽ ഓർഗാനിക് ലായകങ്ങളിലാണ് ഇവ ലയിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം, രണ്ടാമത്തെ പോയിന്റ്, ഇവ ജലത്തിൽ ലയിക്കുന്നില്ല. ഇറ്റ് ഡസൻ ഡിസോൾവ് ഇൻ വാട്ടർ ബട്ട് ഇറ്റ് ഡിസോൾവ് ഇൻ ഓർഗാനിക് സോൾവെന്റ് ലൈക്ക് കെറോസിൻ, CCl4 ആൻഡ് ബെൻസീൻ. ഓക്കെ, എക്സെട്ര. അത്രയും പറയാം. മൂന്നാമത്തെ പോയിന്റ്, ഉരുകിയ അവസ്ഥയിലും ഖരാവസ്ഥയിലും ഇവ എന്ത് ചെയ്യുന്നില്ല, ഒരവസ്ഥയിലും. അങ്ങനെ ഇത് ഡസൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയെ കടത്തി വിടുന്നില്ല. ഇത് ഡസൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. നാലാമത്തെ പോയിന്റ്, താഴ്ന്ന ദ്രവണാങ്കം, ലോ മെൽറ്റിംഗ് പോയിന്റ്. അഞ്ചാമത്തത്, താഴ്ന്ന ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ലോ ബോയിലിംഗ് പോയിന്റ്, താഴ്ന്ന തിളനില. ഓക്കെ, ഇതൊക്കെ നേരത്തെ ഓപ്പോസിറ്റ് ആണ്. ഇനി നമ്മൾ കമ്പയർ എന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, നമ്മൾ അയോണിക സംയുക്തങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ അയോണിക സംയുക്ത പോയിന്റ് എന്താണ്? എല്ലാ അയോണിക സംയുക്തങ്ങളും ഖരാവസ്ഥയിലാണ്. നേരെ ഓപ്പോസിറ്റ്. എല്ലാ സഹസംയോജക സംയുക്തങ്ങളും ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥയിൽ കാണുന്നു. അവിടെ ഒരവസ്ഥയിൽ മാത്രം, ഇവിടെ 3 അവസ്ഥകളിലും കാണപ്പെടുന്നു. റെഡിയാണല്ലോ. രണ്ടാമത്തത്, ഇറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ജലത്തിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ എന്ത് ഓപ്പോസിറ്റ്? ജലത്തിൽ ലയിക്കുന്നില്ല. നിങ്ങൾ പഠിച്ചു, ജലത്തിൽ ലയിക്കുന്നില്ല. മൂന്നാമത്തത്, ഉരുകിയ അവസ്ഥയിലും അതുപോലെ ലായനി രൂപത്തിലും വൈദ്യുതി കടത്തിവിടുന്നു എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? വൈദ്യുതിയെ കടത്തിവിടുന്നില്ല, ഓപ്പോസിറ്റ് ആണ്. നാലാമത്തെ പോയിന്റ് പറഞ്ഞു, ഉയർന്ന ദ്രവണാങ്കം എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞു? താഴ്ന്ന ദ്രവണാങ്കം എന്ന് പറഞ്ഞു. ഇവിടെ അഞ്ചാമത്തെ പോയിന്റ്, ഉയർന്ന തിളനില, ഹൈ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞു? താഴ്ന്ന തിളനില എന്ന് പറഞ്ഞു. അല്ലേ? ഒന്ന് പഠിച്ചാൽ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് നമുക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.